നമ്മൾ എങ്ങനെയാണ് മുടിയുടെ കെയർ ചെയ്യുന്നത്? അതായത് സാധാരണ ഹെയർ കെയർ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓയിലിങ്ങും അതുപോലെ ഷാമ്പൂയിങ്ങും. അപ്പം ഇത് പലപ്പോഴും ആൾക്കാർക്ക് പല സംശയങ്ങളാണ്. എങ്ങനെയാണ് എണ്ണ തേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എണ്ണ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഞാൻ ഏത് തരം ഷാമ്പൂ ആണ്, എത്ര തവണ ഉപയോഗിക്കും, ഇങ്ങനെ പലതരത്തിലുള്ള ഡൗട്ടുകളാണ് എല്ലാവർക്കും. അപ്പം ആദ്യം തന്നെ നമ്മൾ സ്കാൽപ്പിൻ്റെ ഇഷ്യൂസും അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ നമുക്ക് എങ്ങനെ തരംതിരിക്കാം. നോർമലി നമുക്ക് നമ്മുടെ മുടിയുടെ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ഓയിലി ഹെയർ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ്, രണ്ടാമത്തെ ഡ്രൈ സ്കാൽപ്പ് അല്ലെങ്കിൽ ഡ്രൈ ഹെയർ, മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ താരനാണ്, നാലാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലാണ്, അഞ്ചാമത് കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നരയാണ്, നേരത്തെ കാണുന്ന പ്രിമച്വർ ഗ്രേയിങ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഈ ടൈപ്സിലൊക്കെ തന്നെ അതിൻ്റെ ഓയിലിങ്ങും അതുപോലെ ഷാമ്പൂയിങ്ങും ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിക്കും അതുപോലെ സ്കാൽപ്പിനൊക്കെ നല്ലതാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ ഓയിലി ഹെയർ ആണെങ്കിലും അതുപോലെ ഡ്രൈ ഹെയർ ആണെങ്കിലും ഇതിന് എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ എണ്ണയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് എഫക്റ്റുള്ള എണ്ണകളാണ് യൂസ് ചെയ്യാൻ നല്ലത്. സാധാരണ വെളിച്ചെണ്ണയ്ക്ക് മോയ്സ്ചറൈസിങ് ഇതാണ്. അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ആണെങ്കിൽ അതിന് തിരഞ്ഞെടുക്കേണ്ട എണ്ണകൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണകൾ, അതുപോലെ താരനാണെങ്കിൽ അതും മെഡിക്കേറ്റഡ് താരന് പറ്റിയ എണ്ണകൾ. നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് താരന് പറ്റിയ ഏത് തരം താരനാണെന്ന് ആക്സസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേണം എണ്ണകൾ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ പ്രിമച്വർ ഗ്രേയിങ്ങിനും എണ്ണകൾ യൂസ് ചെയ്യുമ്പോൾ പ്രിമച്വർ ഗ്രേയിങ്ങിന് പറഞ്ഞിട്ടുള്ള മെഡിക്കേറ്റഡ് എണ്ണകൾ തന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി എത്ര തവണ എണ്ണ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ എങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കുന്നത്, ഇതിനൊക്കെ വരുന്ന ഡൗട്ടുകളാണ്. അപ്പം എത്ര തവണ എന്നുള്ളത് മുടിയുടെ ടൈപ്പിന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഓയിലി ഹെയർ ആണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസിങ് ഇത് അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിനൊരു ഓയിൽനെസ്, അത് ഡ്രൈനെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഹെയർ തന്നെ